ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് ബർത്തിമായി എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നെന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. നമുക്കൊന്നും കൂടെ ആ വാക്യം പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ വാക്യം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ അമ്മച്ചി പറയുന്ന കഥ നിങ്ങളുടെ മനസ്സിലെത്തിക്കഴിയും. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നെന്ന് ചോദിച്ചതിന്. ഈസി ആയിട്ടുള്ളതല്ലേ. യേശു അവനോട് എന്നതാ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നെന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. കർത്താവും ശിഷ്യന്മാരും ഒരു ജനാവലിയൊക്കെയായിട്ട് ഗലീല ദേശത്ത് നിന്ന് യെരുശലേമിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. യെരുശലേമിലേക്ക് അവർ എരിഹോവിലെത്തി. കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാരും വലിയൊരു പുരുഷാരവും യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ വഴിയരികെ ഒരു ഭിക്ഷക്കാരൻ, ബർത്തിമായി എന്നൊരു ഭിക്ഷക്കാരൻ, അവൻ്റെ പേര് പറഞ്ഞ തിമായിയുടെ മകനായ ബർത്തിമായി, തിമായിയുടെ മകനായ ബർത്തിമായി അവിടെ വഴികരികെ ഇരുന്നിരുന്നു. അവന് ഭിക്ഷ യാചിച്ചുകൊണ്ട് ആണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അവന് കാഴ്ചയില്ലാത്തവനായിരുന്നു. അപ്പോൾ അവൻ അറിഞ്ഞു, കർത്താവും ശിഷ്യന്മാരും ഒക്കെ വലിയൊരു പുരുഷാരത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ടപ്പോൾ അവൻ ചോദിച്ചു കാണും, അത് ആരാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞു, നസ്രായനായ യേശു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ഉടനെ നിലവിളിക്കുകയാണ്. അവൻ പറഞ്ഞു, ദാവീദ് പുത്രാ, യേശുവേ, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ അവൻ്റെ ചുറ്റുപാടുമുള്ളവരൊക്കെ എന്ത് ചെയ്ത് കാണുമെന്ന് നമുക്കറിയാലോ അല്ലേ. അവനോട് പറഞ്ഞു, മിണ്ടരുതെന്ന് പറഞ്ഞ് അവനെ ശാസിച്ചു. അവനോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, യേശു നിന്നെ ഇപ്പം കേൾക്കത്തൊന്നുമില്ല നീ എന്ന് പറഞ്ഞു. പക്ഷേ അവനതൊന്നും കേട്ടിട്ട് അവൻ വിചാരിച്ചില്ല. അവൻ വീണ്ടും പറഞ്ഞു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. കാരണം എന്താ? അവന് കാഴ്ചയില്ല, അവൻ കുരുടനാണ്. മാത്രമല്ല, അവനൊരു ഭിക്ഷക്കാരനാണ്. അവൻ ഇരിക്കുന്നത് വഴിയരികെ ഇരുന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുരുടനായിരുന്നു ബർത്തിമായി. അവന് പിതാവുണ്ടായിരുന്നു, തിമ്മയുടെ മകനായ ബിത്തമായി എന്നാണ്. എന്നാൽ ഒന്നുമില്ലാത്ത ഒരു ഭവനത്തിലെ ഒരു കുരുടനായ ഒരു ഭിക്ഷക്കാരനായിരുന്നു ബർത്തിമായി. അപ്പോൾ അവൻ്റെ ഒച്ച കേട്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു എന്നറിയാമോ? അവനോട് പറഞ്ഞു, യേശു നിന്നു. അത് കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, അവനെ വിളിച്ചു. അപ്പോൾ ചുറ്റുപാടുള്ളവരൊക്കെ പറഞ്ഞു, നീ ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ യേശു വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. അവൻ ഓടി അവൻ്റെ പുതുപ്പൊക്കെ അവിടെ കളഞ്ഞു, ചാടി എഴുന്നേറ്റ് അവൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു. എന്താണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു തരണം? എന്താണ് നീ ഇച്ഛിക്കുന്നതെന്ന് ചോദിച്ചു. കർത്താവിന് അറിയാമായിരുന്നു അവന് കാഴ്ചയില്ല എന്നുള്ളത്. പക്ഷേ അവൻ്റെ ആവശ്യം അവൻ പറയണം. നമ്മുടെ ഒന്നുമില്ലായ്മ കർത്താവിനോട് നമ്മൾ പറയണം. കർത്താവേ, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പഠിക്കാൻ കഴിവ് തരണം, എനിക്ക് എൻ്റെ ആവശ്യങ്ങളില്ല, എനിക്ക് അതിനുള്ള ആവശ്യങ്ങൾ നടത്തി തരണം. കർത്താവേ, എനിക്ക് രോഗം മാറ്റി തരണം. ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയണം. അപ്പോൾ അത് കർത്താവ് അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച ലഭിക്കണം, കാഴ്ച പ്രാപിക്കണമേ എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ യാത്രയിൽ തന്നെ അവൻ കാഴ്ച പ്രാപിച്ചു, യേശു കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. മർക്കോസ് 10:51-52. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നെന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം,
നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ഇവിടെ ഈ വാക്യത്തിൽ ഈ കഥയിൽ അനേക ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് ബർത്തിമായി കർത്താവിനോട് നിലവിളിച്ചു. കർത്താവ് അവൻ്റെ നിലവിളി കേട്ട് ഉത്തരം കൊടുത്തു. നാമും ദിനം പ്രതി നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദിനം പ്രതി കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് കർത്താവ് ബർത്തിമായോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ചയില്ലാന്ന്. നമ്മുടെ ഒന്നുമില്ലായ്മ, നാം ഒന്നുമല്ല എന്നുള്ളത്, നമ്മുടെ മഹത്വം കൊണ്ടൊന്നുമല്ല, നാം ഒന്നുമില്ല എന്നുള്ളത് കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുമ്പോൾ, നാം കർത്താവിനെ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ കൂടെ അത്ഭുതം പ്രവർത്തിക്കും. ഇവന് കാഴ്ച ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് ബർത്തിമായി പൂർണ്ണമായിട്ടും കർത്താവിൽ വിശ്വസിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് കർത്താവിനോട് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കർത്താവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ നാലാമതായിട്ട് നാം കാണുന്നത് ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുവാനിടയായിട്ട് തീർന്നു. അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തി. അഞ്ചാമതായ അവൻ ദൈവത്തെ അനുഗമിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയല്ല ചെയ്തത്. അവൻ നന്ദിയുള്ളവനായിട്ട് ദൈവത്തെ അനുഗമിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാമും നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടുമ്പോൾ നാം ദൈവത്തെ വേണ്ട എന്ന് വെക്കുകയല്ല, വിഴല്ല, ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് ദൈവത്തെ അനുഗമിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്ന കഥയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കാനും അങ്ങയിൽ തന്നെ ആശ്രയിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളൊന്നുമില്ല കർത്താവേ, എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് തരുവാൻ, ഞങ്ങളുടെ ആവശ്യം നടത്തി തരുവാൻ, ഞങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം നടത്തി തരുവാൻ മതിയായവനാണ്. അതോർത്ത് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നന്ദിയുള്ളവരായിട്ട് അങ്ങേ അനുഗമിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഈ കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെല്ലൈക്കൺ അതിൽ കൈ അമർത്തിയിട്ട് ഓൾ എന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ആൻറ്റി ഇടുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.